ഹലോ, അപ്പം നമുക്ക് ഇന്ന് ഇച്ചിരി ചീരത്തോരൻ വെച്ചാലോ? ഇന്ന് ഞാൻ ചീരത്തോരൻ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒന്ന് കറങ്ങാൻ പോയിട്ട് വരുന്ന വഴിക്ക് ചീര കണ്ടു. അപ്പോൾ ചീര വാങ്ങിച്ചു. സാധാരണ ചുവപ്പ് ചീരയാണ് വാങ്ങാറ്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പച്ച ചീര മേടിച്ചു. അപ്പം ഞാൻ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കുഞ്ഞ് സബോള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ 2 പച്ചമുളക്, നല്ല എരിവുള്ളതായതുകൊണ്ട് 2 ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വിതറി കൊടുക്കും. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പേ വെച്ചു. കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്തോ അപ്പോൾ കടുക് എനിക്ക് കടുകില്ല. കടുക് ഞാൻ മേടിച്ചില്ല. അപ്പം ഞാൻ ഭയങ്കര പിശുക്കത്തരാണ് കേട്ടോ. ഉള്ളത് വെച്ചിട്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കടുകിന് വരെ ഞാൻ കുറച്ച് അരി എന്തോ വേണം? മോന് വേണോ? മോൻ്റെ കൈ പൊള്ളൂല ഇട്ടാൽ. ഓ, എണ്ണയോ? ഞാനോർത്ത് ഇനിയിപ്പോൾ ഇത് കൊടുക്കാനാണ്. അപ്പം അതേ കടുകിന് പകരം നമ്മൾ അരിയാണ് ഇട്ടേക്കുന്നത്. അതിനിങ്ങനെ ഒരു ബ്രൗൺ കളറായി വരണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ എണ്ണ ശരിക്കും ചൂടാവണതിന് മുന്നേ ഞാനിത് ഇട്ടു. അതുകൊണ്ടാണ് അത്ര ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് പൊന്തി വന്നേനെ കേട്ടോ. നല്ല രസം വരും. പൊങ്ങി ഇപ്പോൾ വരേണ്ട സമയമായതാണ്. പോപ്കോൺ പോലെ അതാ പൊങ്ങി വരുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. എന്തിയാ എന്തോ ഏതാ ബേബി? ഏത്? അത് മിക്സി. അപ്പം നമ്മുടെ അരിയൊക്കെ ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ചീര ഇതിലേക്ക് കുടഞ്ഞ് ഇടണം. എനിക്കാണെങ്കിൽ കുറച്ച് സൈഡിൽ വീണു. 2 ശ്രദ്ധക്കുറവാണ്. തേങ്ങയോ? അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചീര ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിത് ഒന്ന് ആവി കയറിയപ്പോഴത്തേക്കിനും ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. ഇനി കുറച്ച് തേങ്ങ. ഞാൻ ഇങ്ങനെയുള്ള കറികൾക്കൊന്നും തേങ്ങ അരയ്ക്കാറില്ല കേട്ടോ. എല്ലാത്തിനും വെറുതെ തേങ്ങ ചിരണ്ടി അതിനകത്ത് ഇടാറേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. അപ്പം ഞാൻ അങ്ങനെ കുക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങനെ ഇടുന്നതുമല്ല. ഞാനിത് വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ ഇത് വീഡിയോ ജസ്റ്റ് എടുത്ത് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. കാരണം ഒരു വൈറ്റ് കളറായിട്ടിരിക്കുന്നുണ്ട്. ഞാനിതൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കും. അത് കഴിഞ്ഞാൽ കറി റെഡി. അപ്പം ഗൈസ്, നമ്മുടെ ചീരത്തോരൻ എന്താണ്ടേ വെച്ച് ഫിനിഷായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ മേലെ കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കണം. ഓക്കെ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോഴത്തേക്കിനും ആ ഒരു സ്മെല്ല്, കറിവേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ല് അതിനകത്തുണ്ടാവും.